എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സേമിയ വെച്ച് അടിപൊളി ഒരു ഐറ്റമാണ് കാണിച്ചു തരുന്നത്. വെജിറ്റബിൾസൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും. അവർ പിന്നെയും ചോദിച്ച് കഴിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്, ലഞ്ചായിട്ട്, ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കൊടുത്തിടാൻ പറ്റും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 400 ഗ്രാം വെർമസെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ മേടിക്കുന്ന സേമിയ നീളത്തിലുള്ള സേമിയ ആണെങ്കിൽ ചെറുതായിട്ട് തന്നെ ഒടിച്ചെടുക്കുക കേട്ടോ. നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത വെർമസെല്ലിയാണ് നല്ലതായിട്ട് ചൂടാക്കി എടുക്കുക. വറുക്കാത്ത വെർമസെല്ലിയാണ് ഈ രീതിയിൽ ഇതിനെ വറുത്തെടുക്കണം. നല്ലതായിട്ട് ഫ്രൈ ആയി വരണം. വെർമിസെല്ലി ഇവിടെ നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ 2 മഗ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നൂഡിൽസൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ടല്ലേ നൂഡിൽസ് വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ വെള്ളം അങ്ങ് വലിച്ചെടുത്തിട്ട് അതങ്ങ് കുഴഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ ഇതും കുഴഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. ഒരിടത്തോട്ട് മാറരുത് കേട്ടോ. പെട്ടെന്നാണ് ഇത് വെന്ത് പോകുന്നത്. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് വരെ ഇതിനെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ലതായിട്ടത് വെന്ത് വരും. നൂഡിൽസ് ഊറ്റിയെടുക്കുന്നത് പോലെ നമുക്കിതിനെ ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറേ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ആ ചൂടത്തിരുന്ന് ഇതങ്ങ് അവിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, തിളച്ച് വന്നപ്പോൾ നല്ലതായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഊറ്റിക്കൊണ്ടുവരാമേ. സേമിയ ഇവിടെ ഞാൻ ഊറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഒന്നും വെന്ത് പോകാതെ നല്ല രീതിയിൽ തന്നെ സേമിയ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8 ബീൻസ് എടുത്തിട്ടുണ്ട്. ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. വലുതാണ് 1 സവാള എടുത്താൽ മതി. കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ 2 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ അരമുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ ഇതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് ഫ്രൈ ചെയ്ത് ഈ രീതിയിൽ മുറിച്ചെടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 2 മുട്ട ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഇതുപോലെ ഞാൻ ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റി അങ്ങോട്ട് വെക്കാം. മുട്ട നിങ്ങൾക്ക് 3-4 എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരണം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ ഞാൻ അവിടെ ക്യാരറ്റ്, അതുപോലെ സവാള, ബീൻസ്, 2 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ്. അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പകുതി വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടും കൊണ്ടാണ് കേട്ടോ. തീ ഒന്നും കുറച്ച് വെക്കരുതേ. ഞാൻ ക്യാപ്സിക്കും കാബേജും ചോപ്പറിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതും പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ പകുതി വരെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ചതുപോലെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ എരിവ് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികത്തിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും അതുപോലെ ചിക്കൻ എടുത്തിരിക്കുന്ന മുട്ടയും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഇതിനെയും കൂടി നമുക്ക് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് മധുരം ഒന്നും വരത്തില്ല. അതുപോലെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമസെല്ലി ഉണ്ടല്ലോ, അത് പകുതി ആദ്യം അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പകുതി കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലോട് ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പകുതി വെച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓൾറെഡി ഇതെല്ലാം വെന്തതാണ്. നല്ല ടേസ്റ്റുള്ള വെർമസെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്താ വിളിക്കുന്നത്? വെർമസെല്ലി പുലാവ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വെർമസെല്ലി നൂഡിൽസ് എന്ന് വിളിക്കാം. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അത് നിങ്ങൾ നോക്കുക. എരിവ് വേണമെങ്കിൽ എരിവിട്ട് കൊടുക്കുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിയോട്ട്, ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.